ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുൽക്കൂട്ടിലേക്കൊരു തീർത്ഥയാത്ര. ഡിസംബർ 11. രക്ഷാകരമായ തീർത്ഥയാത്ര. പുൽക്കൂട്ടിൽ രക്ഷയുടെ വെളിച്ചമായി ജനിച്ച ഈശോ നമ്മുടെ ജീവിതയാത്രയിൽ അന്ധകാരം നീക്കി ഒരു പുതുവഴി തെളിയിക്കുന്നു. ബെത്ലഹേമിലെ കാലിത്തൊഴുത്ത് രക്ഷകൻ്റെ ജനനസ്ഥലമായത് അവൻ്റെ രക്ഷാകര വഴികളുടെ ക്ലേശവും ത്യാഗവും താഴ്മയുമൊക്കെ ഓർമ്മിപ്പിക്കുന്നു. കാലങ്ങളായി പ്രവചിച്ചതും കാത്തിരുന്നതുമായ രക്ഷകനെ ഈശോയുടെ കാലത്ത് ജീവിച്ചവരിൽ ആരും ഇത്രമാത്രം താഴ്ന്ന ഒരവസ്ഥയിൽ പ്രതീക്ഷിച്ചില്ല. രാജകൊട്ടാരത്തിലോ സമ്പന്നരുടെ കുലീന ഇടങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രധാന ഇടങ്ങളിലൊക്കെയാണ് എല്ലാവരും അവനെ കാത്തിരുന്നത്. എന്നാൽ രക്ഷ സംജാതമാകുന്നതും രക്ഷകൻ ജനിക്കുന്നതും ഏറ്റവും സാധാരണമായ ഇടങ്ങളിലും അപ്രതീക്ഷിത സാഹചര്യങ്ങളിലുമാണ് എന്ന് തിരുജനനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും അപ്രതീക്ഷിത ജീവിത അനുഭവങ്ങളിലും രക്ഷകൻ്റെ ജനനം ആവർത്തിക്കപ്പെടുന്നത് തിരിച്ചറിയുവാൻ കഴിയുമ്പോഴാണ് അവയ്ക്കൊക്കെയും ക്രിസ്തുവിനോളം നന്മയുടെ സുഗന്ധം ഉണ്ടാവുക. മിക്ക പ്രവാചകന പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം കാണുന്നു, ബെത്ലഹേം, എഫ്രാത്ത, യൂദ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ നിന്നിൽ നിന്നും പുറപ്പെടും. ചെറുതാവുന്നിടത്തും ചെറുതുകളിലും പിറക്കാൻ ഇഷ്ടപ്പെടുന്ന ദിവ്യരക്ഷക, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ നിസ്സാരതകളും ഇല്ലായ്മകളും എല്ലാം രക്ഷയിലേക്കും രക്ഷകനിലേക്കുമുള്ള വഴി വെളിച്ചമാണെന്ന് തിരിച്ചറിഞ്ഞ് പുൽക്കൂട്ടിലേക്കുള്ള എൻ്റെ യാത്ര രക്ഷാകരമാകട്ടെ. ആമേൻ. മാനവർക്കായി വന്നവൻ, മാനവനായി തീർന്നവൻ, വിണ്ണിൽ വാഴും രാജരാജനേ.